Good morning students, welcome to this video. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് കോമ്പിനേഷൻസ് ഓഫ് കപ്പാസിറ്റീസ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചിട്ടുണ്ട് റെസിസ്റ്റർ നമുക്ക് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ പഠിച്ചതാണ് റെസിസ്റ്റേഴ്സ് സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാം, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാം. മൂന്ന് റെസിസ്റ്റേഴ്സ് R1, R2, R3 എന്നീ മൂന്ന് റെസിസ്റ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് റെസിസ്റ്റർ എന്ന് പറഞ്ഞാൽ എത്ര കിട്ടും? R is equal to R1 plus R2 plus R3 എന്ന് കിട്ടും. R1 plus R2 plus R3 എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ മൂന്ന് റെസിസ്റ്റേഴ്സ് പാരലൽ ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് എങ്ങനെ കാണുന്നത്? 1/R is equal to 1/R1 plus 1/R2 plus 1/R3. ഇപ്പോൾ റെസിസ്റ്റേഴ്സ് ഇൻ സീരീസും പഠിച്ചു, പാരലലും പഠിച്ചു, പ്രോബ്ലവും നമ്മൾ ചെയ്തായിരുന്നു. Similarly, we can connect these capacitors either in series or in parallel. ഈ റെസിസ്റ്റേഴ്സ് കണക്ട് ചെയ്ത പോലെ നമുക്ക് വേണമെങ്കിൽ കപ്പാസിറ്ററും കണക്ട് ചെയ്യാൻ പറ്റും. സീരീസ് ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും, പാരലൽ ആയിട്ടും കണക്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, ഫസ്റ്റ് നമ്മൾ പഠിക്കാൻ പോകുന്നത് കപ്പാസിറ്റേഴ്സ് ഇൻ സീരീസ്. കപ്പാസിറ്ററിനെ നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. കപ്പാസിറ്ററിനെ എങ്ങനെ കണക്ട് ചെയ്യുന്നു? സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. കൺസിഡർ 3 capacitors C1, C2 and C3 are connected in series. മൂന്ന് കപ്പാസിറ്റർ C1, C2, C3 മൂന്ന് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. And they are connected across a voltage V. മൂന്ന് കപ്പാസിറ്റർ C1, C2, C3 മൂന്ന് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം അതിനെ ഒരു വോൾട്ടേജിന് അക്രോസ് ആയിട്ട് V എന്നൊരു വോൾട്ടേജിന് അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഓക്കെ, നിങ്ങൾക്ക് ഈ ഫിഗർ ശ്രദ്ധിച്ചാൽ മനസ്സിലാവുന്നത് C1, C2, C3 എന്നീ മൂന്ന് കപ്പാസിറ്ററും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തതിനു ശേഷം V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. Here C1, C2 and C3 are connected in series and they are connected across a potential difference V. അപ്പോൾ മൂന്ന് കപ്പാസിറ്റർ C1ഉം C2ഉം C3യും സീരീസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. അതിനുശേഷം V എന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ അല്ലെങ്കിൽ വോൾട്ടേജിനെ അക്രോസ് ആയിട്ട് കണക്ട് ചെയ്തിരിക്കുന്നു. ഇവിടുത്തെ വോൾട്ടേജ് എത്രയാണ്? V. ഓക്കെ, ഈ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, സെയിം ചാർജ് ഈസ് സ്റ്റോർഡ് ഇൻ ഓൾ കപ്പാസിറ്റേഴ്സ്. കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് സെയിം ചാർജ് ഈസ് സ്റ്റോർഡ് ഇൻ ഓൾ കപ്പാസിറ്റേഴ്സ്. ഈ മൂന്ന് കപ്പാസിറ്ററിലും സെയിം ചാർജ് ആയിരിക്കും സ്റ്റോർ ചെയ്യുന്നത്. നോട്ട് ദ പോയിന്റ്. നമ്മള് മൂന്ന് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ അതിൽ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് സെയിം ആയിരിക്കും. ഇവിടെയുള്ള മൂന്ന് കപ്പാസിറ്റർ എന്ന് പറഞ്ഞാൽ C1ഉം C2ഉം C3യുമാണ്. അപ്പോൾ അവിടെ സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് ഒന്നാമത്തതിൽ Q, രണ്ടാമത്തതിൽ Q, മൂന്നാമത്തതിലും Q. അപ്പോൾ നമുക്ക് നിസ്സംശയം പറയാം മൂന്നിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് എന്ന് പറയുന്നത് Q തന്നെയാണ്, അത് സെയിം ആണ്. ഓക്കെ, ഇഫ് യു കണക്ട് 3 capacitors in series, charge stored in all capacitors are same. മൂന്ന് കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുകയാണെങ്കിൽ മൂന്നിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് സെയിം ആണ്, അതിവിടെ Q ആണ്. മൂന്നിലും ഒരേ ചാർജ് ആണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്, Q ആണ്. ഇനി എന്തായിരിക്കും വ്യത്യാസം വരുന്നത്? നോക്കുക, ഇവിടെ വ്യത്യാസം വരുന്നത് വോൾട്ടേജ് ആയിരിക്കും. ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറന്റ് ആയിരിക്കും. ബട്ട് വോൾട്ടേജ് വിൽ ബി ഡിഫറന്റ്. ഒന്നാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V1, രണ്ടാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V2, മൂന്നാമത്തെ കപ്പാസിറ്ററിന് അക്രോസ് ആയ വോൾട്ടേജ് V3 എന്ന് കാണിച്ചിട്ടുണ്ട് ആ ഫിഗറിൽ. സോ ഹിയർ ചാർജ് സ്റ്റോർഡ് ഇൻ each capacitor is same, but voltage across each capacitor will be different.
ഓരോ കപ്പാസിറ്ററിലും സ്റ്റോർ ചെയ്തിരിക്കുന്ന ചാർജ് സെയിം ആണ്. ഇവിടെ അത് Q ആണ്. പക്ഷേ ഓരോ കപ്പാസിറ്ററിനും അക്രോസ് ആയിട്ടുള്ള വോൾട്ടേജ് ഡിഫറന്റ് ആണ്. The voltage across capacitor C1 is V1 and the voltage across capacitor C2 is V2 and voltage across capacitor C3 is V3. അത് മൂന്നും ഡിഫറന്റ് ആയിരിക്കും. അപ്പോൾ C1 അക്രോസ് ആയ വോൾട്ടേജ് V1, C2 അക്രോസ് ആയ വോൾട്ടേജ് V2, C3 അക്രോസ് ആയ വോൾട്ടേജ് V3. ഇത് മൂന്നും ഡിഫറന്റ് ആയിരിക്കും. പക്ഷെ ഈ മൂന്ന് വോൾട്ടേജും കൂടെ ആഡ് ചെയ്താൽ, മൂന്ന് വോൾട്ടേജും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് V കിട്ടും. അതായത് this V1 plus V2 plus V3 is equal to this potential difference V. ഈ V1 plus V2 plus V3 ആഡ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും? V കിട്ടും. ഓക്കെ, അപ്പോൾ V എന്ന് പറഞ്ഞാൽ V1 plus V2 plus V3 ആണ്. ഓക്കെ, ഞാനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. അപ്പൊ നമ്മൾ കൊടുക്കുന്നത് ഇവിടെ V 10 വോൾട്ട് ആണ്. അതിൽ കുറച്ച് ആ 10 വോൾട്ടേജിന്റെ ഒരു പോർഷൻ, അതായത് ഒരു ഭാഗം, ഒരു ചെറിയ ഭാഗം, കുറച്ച് വോൾട്ടേജ്, ഉദാഹരണം 2 വോൾട്ടേജ് C1 അക്രോസ് ആയിട്ട് വരുന്നു. അതായത് V1 എന്ന് പറയുന്നത് 2 വോൾട്ട്. ബാക്കിയുള്ള വോൾട്ടേജ് വീണ്ടും ഒരു ചെറിയ ഭാഗം C2 അക്രോസ് ആയിട്ട് വരുന്നു, അതായത് V2. അത് 3 വോൾട്ടേജ് എന്ന് വെച്ചു. ബാക്കി അവശേഷിക്കുന്ന വോൾട്ടേജ് C3 അക്രോസ് ആയിട്ട് വരും. അത് എത്ര വരും? ഇവിടെയുള്ള വോൾട്ടേജ് 10 ആണ്, V1 2 ആണ്, V2 3 ആണ്. അങ്ങനെയാണെങ്കിൽ V3 എത്രയായിരിക്കും? നമ്മൾ പഠിച്ചിട്ടുണ്ട് V എന്ന് പറഞ്ഞാൽ V1 plus V2 plus V3 ആണ്. V1 2, V2 3 ആണെങ്കിൽ V3 എത്രയായിരിക്കും? 5. കാരണം 2 plus 3 plus 5 എന്ന് പറയുന്നതായിരിക്കും 10. ഓക്കെ, അപ്പോൾ ഇവിടെ കൊടുക്കുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന്റെ ഒരു ഭാഗം C1 അക്രോസ് ആയിട്ട് വരും, അത് V1. അടുത്തൊരു പോർഷൻ C2 അക്രോസ് ആയിട്ട് വരും, അത് V2. അടുത്തൊരു പോർഷൻ C3 അക്രോസ് ആയിട്ട് വരും, അത് V3. അങ്ങനെയാണെങ്കിൽ V എന്ന് പറഞ്ഞാൽ V1 plus V2 plus V3. V എന്ന് പറഞ്ഞാൽ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ ഈ വോൾട്ടേജ് V എന്ന് പറഞ്ഞാൽ V1 plus V2 plus V3. ഓക്കെ, ഇനി നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ് ആണ്. നമ്മൾ ആ ഫോർമുല പഠിച്ചിട്ടുണ്ട്. വോൾട്ടേജ് ഈസ് ഈക്വൽ ടു ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ്. വോൾട്ടേജിന്റെ സിമ്പൽ V, ചാർജിന്റെ സിമ്പൽ Q, കപ്പാസിറ്റൻസിന്റെ സിമ്പൽ C. ഇവിടെ ചാർജ് 3 കപ്പാസിറ്ററിലുള്ള ചാർജ് സെയിം ആണ്, അത് Q ആണ്. അങ്ങനെയാണെങ്കിൽ ഞാനിപ്പോൾ പറഞ്ഞു ഈ വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ഈ V എന്ന് പറഞ്ഞാൽ V1 plus V2 plus V3 ആയിരിക്കും. V എന്ന് പറഞ്ഞാൽ V1 plus V2 plus V3 ആയിരിക്കും. ഓക്കെ, നമ്മൾ അപ്ലൈ ചെയ്യുന്ന ഈ വോൾട്ടേജിന്റെ ഒരു ഭാഗം C1 അക്രോസ് ആയിട്ട് വരും, അത് V1. അടുത്ത ഭാഗം C2 അക്രോസ് ആയിട്ട് വരും, അത് V2. അടുത്ത ഭാഗം C3 അക്രോസ് ആയിട്ട് വരും, അത് V3. അങ്ങനെയാണെങ്കിൽ ഈ V എന്ന് പറഞ്ഞാൽ V1 plus V2 plus V3 ആയിരിക്കും. V1 plus V2 plus V3 ആയിരിക്കും. സോ V is equal to V1 plus V2 plus V3 എഴുതി. ഇനി നമുക്കറിയാം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ് ആണ്. അങ്ങനെയാണെങ്കിൽ ഈ V കാണാനുള്ള ഫോർമുല എന്താ? വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ് ആണ്. ചാർജിന്റെ സിമ്പൽ Q, കപ്പാസിറ്റൻസ് സിമ്പൽ C. സോ ഈ V കാണാനുള്ള ഫോർമുല Q by C. Q എന്ന് പറഞ്ഞാൽ ചാർജ്, ഇവിടെയുള്ള ഈ 3 കപ്പാസിറ്ററിലുള്ള ചാർജ് സെയിം ആണ്, അത് Q ആണ്. സോ V is equal to Q by C. ഇവിടെ C എന്താണ്? C എന്ന് പറയുന്നത് C is the effective capacitance of series combination. ഇവിടെ C എന്ന് പറയുന്നത് ഈ 3 കപ്പാസിറ്ററിന്റെയും ഇവിടെ ഇപ്പോൾ പാരലൽ സീരീസ് ആയിട്ട് ആണ് കണക്ട് ചെയ്തിരിക്കുന്നത്. അതിന്റെ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് ആണ് C എന്ന് പറയുന്നത്.
ഈ സി എന്ന് പറയുന്നത് ഇവിടെ 3 കപ്പാസിറ്റർ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതിന്റെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ്. അപ്പൊ 3ഉം കൂടെ സീരീസ് ആയിട്ട് കണക്ട് ചെയ്ത ആ മൊത്തത്തിൽ വരുന്ന കപ്പാസിറ്റൻസ് എത്രയാണ്? അതാണ് ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത്. അതാണ് ഈ സി എന്ന് പറയുന്നത്. അപ്പോൾ 3 കപ്പാസിറ്റൻസ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്തപ്പോണ്ട് അപ്പോൾ മൊത്തത്തിൽ വരുന്ന ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് സി എന്ന് പറയുന്നത്. അപ്പോൾ 3ന്റെയും കൂടെ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് സി എന്ന് പറയുന്നത്. അത് നമുക്ക് അതാണ് സി എന്ന് പറയുന്നത്. അപ്പോൾ 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്യുന്നു. അതിന്റെ 3ന്റെയും കൂടെ മൊത്തത്തിലുള്ള ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് ആണ് ഈ സി എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഈ V = Q/C എന്ന ഫോർമുല ഉപയോഗിച്ച് നമുക്ക് V1 കാണാം, V2 കാണാം, V3 കാണാം. V1 എന്ന് പറഞ്ഞാൽ Q/C1. കാരണം വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ ചാർജ് ബൈ കപ്പാസിറ്റൻസ് ആണ്. അപ്പോൾ V1 എങ്ങനെ എഴുതാം? ചാർജ് 3ഉം സെയിം ആണ്. 3 കപ്പാസിറ്റൻസ് സ്റ്റോർ ചെയ്ത ചാർജ് സെയിം ആണ്, അത് Q ആണ്. അപ്പോൾ V1 എങ്ങനെ എഴുതും? വോൾട്ടേജ് V1 എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ് Q ബൈ ഒന്നാമത്തെ കപ്പാസിറ്റൻസ് എത്രയാണ്? C1. അങ്ങനെയാണെങ്കിൽ V2 എങ്ങനെ എഴുതും? ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ്. ചാർജ് Q, കപ്പാസിറ്റൻസ് രണ്ടാമത്തെ C2. അങ്ങനെയാണെങ്കിൽ V3 എങ്ങനെ എഴുതും? V3 എന്ന് പറഞ്ഞാൽ ചാർജ് ഡിവൈഡ് ബൈ കപ്പാസിറ്റൻസ്. ചാർജ് Q, കപ്പാസിറ്റൻസ് C3. അപ്പോൾ V1 എന്ന് പറഞ്ഞാൽ Q/C1, V2 എന്ന് പറഞ്ഞാൽ Q/C2, V3 എന്ന് പറഞ്ഞാൽ Q/C3. ഇനി നമുക്കത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കണം. So V is equal to V1 plus V2 plus V3 ആണ് ഇക്വേഷൻ. V എന്ന് പറഞ്ഞാൽ നമുക്ക് കിട്ടി Q/C. C എന്ന് പറഞ്ഞാൽ 3 കപ്പാസിറ്ററിന്റെയും ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ്, മൊത്തത്തിലുള്ള കപ്പാസിറ്റൻസ്. V1 കിട്ടി എത്ര? Q/C1 പ്ലസ് V2 കിട്ടി Q/C2, V3 കിട്ടി Q/C3. അപ്പോൾ ഇവിടെ Q ഉണ്ട്, Q എല്ലാം ക്യാൻസൽ ആയി പോകും. അപ്പോൾ റിമൈനിങ് വാല്യൂ എന്ന് പറഞ്ഞാൽ 1/C = ഈ ഇക്വേഷൻ എല്ലാം Q ക്യാൻസൽ ആയി പോകും. ഇവിടെ എല്ലാം കോമൺ ആയിട്ട് Q ഉണ്ട്, അത് ക്യാൻസൽ ആയി പോകും. അപ്പോൾ 1/C = 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/C = 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. C1, C2, C3 എന്ന 3 കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എന്ന് പറയുന്നത് 1/C = 1/C1 പ്ലസ് 1/C2 പ്ലസ് 1/C3. ഇനി 2 കപ്പാസിറ്റൻസേ ഉള്ളെങ്കിലോ? 3ന് പകരം 2 ഉള്ളു, C1ഉം C2 ഉള്ളു. അങ്ങനെയാണെങ്കിൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് കപ്പാസിറ്റൻസ് എങ്ങനെ കാണാം? അപ്പോഴും സെയിം ഫോർമുല ഉപയോഗിക്കും. 1/C = 1/C1 plus 1/C2. ഇനി 1/C = ഇനി സിംപ്ലിഫൈ ചെയ്യാൻ C2 × 1 C2 × 1 C2 പ്ലസ് C1 × 1 C1 divided by C1 × C2 C1 × C2. അപ്പോൾ നമുക്ക് 1/C = C1 plus C2 divided by C1 × C2 കിട്ടി. അപ്പോൾ 1/C എന്ന് പറഞ്ഞാൽ that is equal to C1 plus C2 divided by C1 × C2. അപ്പോൾ C കാണാൻ എന്ത് ചെയ്യണം? അതിന്റെ റെസിപ്രോക്കൽ എടുക്കണം. ഓക്കെ, അപ്പോൾ C is equal to
C1 C2 divided by C1 plus C2. അപ്പോൾ രണ്ട് കപ്പാസിറ്റേഴ്സ് C1 ഉം C2 ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് കപ്പാസിറ്റൻസ് വാല്യൂ എന്ന് പറഞ്ഞാൽ C is equal to C1 C2 divided by C1 plus C2. ഓക്കെ, റെസിസ്റ്റേഴ്സിൽ ഇത് നേരെ തിരിച്ചാണ്. R1 ഉം R2 ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ ഓഫ് റെസിസ്റ്റൻസ് R1 plus R2 ആണ്. രണ്ട് റെസിസ്റ്റേഴ്സ് R1 ഉം R2 ഉം സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ R is equal to R1 plus R2 ആണ്. പക്ഷേ കപ്പാസിറ്റർ കേസിൽ അത് നേരെ തിരിച്ചാണ്. രണ്ട് കപ്പാസിറ്റേഴ്സ് സീരീസ് ആയിട്ട് കണക്ട് ചെയ്താൽ ഇഫക്റ്റീവ് വാല്യൂ C is equal to C1 C2 divided by C1 plus C2. മൂന്നാണെങ്കിൽ 1 by C is equal to 1 by C1 plus 1 by C2 plus 1 by C3. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അറ്റൻഡൻസ് മാർക്ക് ചെയ്യാൻ പലരും വീഡിയോ കാണുന്നുമില്ല, അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നില്ല. എനിക്ക് പറയാനുള്ളത് അവരുടെ അറ്റൻഡൻസ് പോകുന്നതായിരിക്കും. ഓക്കെ.